ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് തെക്കേ മങ്കുഴി 18-ാം വാർഡിലെ വാർഡ് വികസന സമിതി വാർഡ് മെമ്പർ എന്നിവരുടെ നേതൃത്വത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. കെ അനൂപ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മങ്കുഴി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് പഞ്ചായത്ത് തെക്കേ മങ്കുഴി 18-ാം വാർഡ് വികസന സമിതിയുടെയും വാർഡ് മെമ്പറിന്റെയും നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുകയും വാർഡിലെ 100ഓളം വിദ്യാർത്ഥികൾക്കായുള്ള പഠനോപകരണ വിതരണവും നടത്തി. വാർഡ് മെമ്പർ മങ്കുഴി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. യോഗം BJP ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന മയക്കുമരുന്നിന്റെയും MDMA-യുടെയും ഭീഷണിയെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടികളെ ഇന്ന് MDMA-യുടെ കാരിയേഴ്സായി MDMA കൈമാറുന്ന അതിന്റെ സഞ്ചാര പദത്തിലേക്ക് അവരെ എത്തിക്കുന്നവരായി ഈ സമൂഹത്തിലെ ചിലർ മാറ്റുകയാണ്. രാവിലെ അമ്മ നമ്മുടെ ഈ കൊച്ചു കുട്ടികളുടെ ചോറ്റുപാത്രത്തിൽ നല്ല മെഴുക്കുവരട്ടിയും ചമ്മന്തിയും അല്പം പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ കൊടുത്തുവിട്ട് വൈകിട്ട് തിരികെ വരുമ്പോൾ അവൻ ആ പാത്രത്തിലെ ചുടുചോറ് കഴിച്ച് അവന്റെ കൊതി തീർന്ന് ആരോഗ്യത്തോടെ അവൻ തിരിച്ച് ഓടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന അമ്മ കൊടുത്തുവിടുന്ന ആ ചോറ്റുപാത്രത്തിൽ, ആ പൊതിച്ചോറിൽ MDMA കടത്തുകയെ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അത് ഇവിടെയെങ്ങുമല്ല, അങ്ങ് കൊച്ചിയിലോ അല്ലെങ്കിൽ അങ്ങ് ബാംഗ്ലൂരോ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാനിത് പറഞ്ഞ സമയത്ത് ചിലരൊക്കെ ആൺകുട്ടികളെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നു. ഇവന്മാരാ ബിരുദന്മാർ, അല്ലേ? ഇവന്മാരാ ബിരുദന്മാർ എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ ആൺകുട്ടികളെ നോക്കുന്നു. ചുമ്മാതാ. ഏറ്റവും കൂടുതൽ 60% ഇന്ന് മയക്കുമരുന്നുകൾ കടത്തുന്ന ആൾക്കാരായി പെൺകുട്ടികൾ മാറിയിരിക്കുകയാണ്. ഞാൻ എന്തിനാ ഈ പൊതുവിദ്യാർത്ഥികളും അമ്മമാരും കൂടി ഇരിക്കുന്ന ഈ വേദിയിൽ പറയുന്നത് മനഃപൂർവ്വം തന്നെയാണ്, അറിയാൻ വേണ്ടിയിട്ടാ. NSS LP സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപിക ശിവശ്രീക്കുള്ള സ്നേഹ ആദരവും നൽകി. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സിദ്ധാർത്ഥ്, വാർഡ് വികസന സമിതി സെക്രട്ടറി രഞ്ജിത്ത് മങ്കുഴി, കൃഷ്ണകുമാർ നിലയ്ക്കൽ, അഞ്ജു, ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കറ്റാനം.